തിരുവനന്തപുരം ജില്ലയിൽ 14 നിയോജക മണ്ഡലങ്ങളുണ്ട്. ആ 14ലും 13ഇടത്തും LDF ആണ്. ഒരിടത്ത് കോവളത്ത് മാത്രമാണ് വിൻസെൻ്റ് ഉള്ളത്, UDFൻ്റെ. ബാക്കി എല്ലായിടത്തും LDF ആണുള്ളത്. പക്ഷേ എന്നാൽ ഒരു വനിതാ പട തന്നെ തിരുവനന്തപുരത്ത് വരുന്നതായി കേൾക്കുന്നു. നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോഴത്തെ തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ്റെ നഗരമാതാവ്, പിതാവെന്ന് പറയാൻ കഴിയില്ല, വനിതയാണ്, നഗരമാതാവ് ആര്യ രാജേന്ദ്രൻ ഒരു കാൻഡിഡേറ്റായി വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വട്ടിയൂർക്കാവായിരിക്കാം, കഴക്കൂട്ടമായിരിക്കാം, നേമമായിരിക്കാം. സാധ്യതയുള്ളൊരു വനിതയാണ്. TN സീമ ഹരിത കേരള മിഷൻ്റെ നേരത്തെ വൈസ് ചെയർമാനായിരുന്നു. ഇപ്പോൾ നവകേരളത്തിൻ്റെ കോർഡിനേറ്ററാണ് TN സീമ. നേരത്തെ MB ഒക്കെ ആയിരുന്നു. കോളേജ് അധ്യാപികയായിട്ടിരുന്നപ്പോഴാണ് രാഷ്ട്രീയത്തിൽ വന്നത്. അവർ നേമത്ത് മത്സരിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുപോലെ തന്നെ കോർപ്പറേഷനിൽ തന്നെ മേയറാകാൻ സാധ്യതയുണ്ട് എന്ന് ഇരുന്ന ജമീല, തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്നുള്ള കൗൺസിലറാണ്. ജമീല മറ്റൊരു പേരായി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അമ്പിളി പ്രസിഡന്റ്, അമ്പിളിയുടെ പേര് കയറി വന്നിട്ടുണ്ട്. അംബിക ഇപ്പോൾ തന്നെ ആറ്റിങ്ങൽ നിയമസഭയിൽ നിന്നുള്ള വനിതയാണ്, MLA ആണ്. അംബികയെ വീണ്ടും ഒരു പ്രാവശ്യമായിട്ടുള്ളൂ, അപ്പോൾ വീണ്ടും സാധ്യതയുണ്ട്. അംബികയ്ക്ക് സാധ്യതയുണ്ട്. അത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് വരാനുള്ള സാധ്യതയാണ്. അംബികയ്ക്ക് സാധ്യത കാണുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ശ്രീജ, നെയ്യാറ്റിങ്കര ഭാഗത്തു നിന്നുള്ള ശ്രീജയുടെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ ഗായത്രി ബാബു, വഞ്ചിയൂർ ബാബുവിൻ്റെ മകൾ ഗായത്രി ബാബു ൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ഇങ്ങനൊരു വനിതാ പട തന്നെ തിരുവനന്തപുരത്ത് ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ധാരാളം സ്ത്രീകളാണ് തിരുവനന്തപുരത്ത് നിൽക്കാൻ കഴിയുന്നത്. മിക്കവാറും പാറശാലയിൽ വനിതയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തുടങ്ങി നേമത്ത് ഞാൻ ഈ പറഞ്ഞു. വട്ടിയൂർക്കാവിലിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. കഴക്കൂട്ടം ചിലപ്പോൾ വനിതയായേക്കാം. എന്തായാലും വാമനപുരം ഈ പറഞ്ഞതുപോലെ നേരത്തെ അരുന്ധതി അവിടെ വനിതയായിരുന്നു. അവിടെ അമ്പിളി, ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് രമണി P നായരുണ്ട് കോൺഗ്രസ്സിന്. അപ്പോൾ അങ്ങനെ വനിതകളുടെ ഒരു പട തന്നെ തിരുവനന്തപുരത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം LDF ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നയപരമായ തീരുമാനം, പ്രത്യേകിച്ച് CM-ൻ്റെയും മുഖ്യമന്ത്രിയുടെയും പിണറായി വിജയൻ്റെയും ഗോവിന്ദമാഷിൻ്റെയൊക്കെ ഒരു പരിപാടി, ഇനിയിപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഒക്കെ ഒരുപാട് കിടക്കുന്നതുകൊണ്ട് അത് വെച്ചുകൊണ്ട് വോട്ട് പിടിക്കാനൊന്നും കഴിയത്തില്ല. അപ്പോൾ പിന്നെ പുതിയ പരീക്ഷണമാണ്. പരമാവധി ചെറുപ്പക്കാർക്കും പുതിയ ആളുകളെ രംഗത്തിറക്കുക, ചെറുപ്പക്കാരെ രംഗത്തിറക്കുക, അതുപോലെ തന്നെ വനിതകളെ രംഗത്തിറക്കുക. ഇപ്പോൾ A റഹീം ചിലപ്പോൾ താഴേക്ക് ലോകസഭയിൽ നിന്ന് രാജ്യസഭയിൽ നിന്ന് താഴെ വരാൻ സാധ്യതയുണ്ട്. ജോൺ ബ്രിട്ടാസ് ചിലപ്പോൾ കേരളത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. സമ്പത്ത് പഴയ MP ആണ്, അദ്ദേഹം ആറ്റിങ്ങൽ MP ആണ്, അദ്ദേഹം ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യതയുണ്ട്. M വിജയകുമാർ നേരത്തെ MLA ഒക്കെ ആയിരുന്നു വട്ടിയൂർക്കാവിൽ, അദ്ദേഹത്തിന് ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആനാവൂർ നാഗപ്പൻ ചിലപ്പോൾ ഒന്നുകൂടി മത്സരിക്കും. ഇങ്ങനെ ഒരുപാട് പേരുകൾ. പിന്നെ കാട്ടാക്കടയിൽ നിന്ന് വരുമ്പോൾ കാട്ടാക്കട ഒത്തിരി പേര് വരുന്നുണ്ട്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ അനിൽകുമാറിൻ്റെ പേര് വരുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ പേര് വരുന്നുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലം എടുത്താൽ പിന്നെ സുനിൽകുമാർ, പുതിയ KS സുനിൽകുമാർ, അരുവിക്കരയുള്ള സുനിൽകുമാറിൻ്റെ പേര് വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വനിതകളോടൊപ്പം തന്നെ നിരവധി പുരുഷന്മാരുടെ പേരും CPM പട്ടികയിൽ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞു.